കേരളത്തിലെ ഖനിജ വിഭവങ്ങളിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നത് കളിമൺ നിക്ഷേപങ്ങളാണ്. ഭാരതത്തിലെ തന്നെ കളിമൺ നിക്ഷേപങ്ങളിൽ പ്രധാന സ്ഥാനമാണ് കേരളത്തിലെ നിക്ഷേപങ്ങൾക്കുള്ളത്. പ്രകൃതിയിൽ നടക്കുന്ന അപക്ഷയ പ്രവർത്തനങ്ങളുടെ ഫലമായി സാധാരണ പാറയിലെ ഫെൽസ്പാർ എന്ന ധാതുവിന് മാറ്റം സംഭവിച്ചാണ് കളിമണ്ണുണ്ടാകുന്നത്. വെള്ളക്കളിമണ്ണും മേച്ചിലോടിൻ്റെയും ഇഷ്ടികയുടെയും നിർമ്മാണത്തിനുതകുന്ന കളിമണ്ണുമാണ് കേരളത്തിൽ പ്രധാനമായും കണ്ടുവരുന്നത്. സാധാരണ കളിമണ്ണുപയോഗിച്ച് മേച്ചിലോട്, ഇഷ്ടിക, മൺപാത്രങ്ങൾ എന്നിവ നിർമ്മിക്കുന്ന ചെറുതും വലുതുമായ അനേകം ഫാക്ടറികൾ കേരളത്തിൽ അങ്ങിങ്ങായി ഉണ്ടെങ്കിലും വെള്ളക്കളിമണ്ണ് ഉപയോഗിക്കുന്ന വ്യവസായശാലകൾ ചുരുക്കം ചിലതേ നമുക്കുള്ളൂ. വെള്ളക്കളിമണ്ണിൻ്റെ നിക്ഷേപങ്ങൾ പ്രധാനമായും കണ്ടെത്തിയിട്ടുള്ളത് തിരുവനന്തപുരം ജില്ലയിലെ പള്ളിപ്പുറം, ചിലമ്പിൽ, ആക്കുളം, തോന്നയ്ക്കൽ, ശാസ്തവട്ടം, കഴക്കൂട്ടം എന്നീ സ്ഥലങ്ങളിലും കണ്ണൂർ ജില്ലയിലെ നീലേശ്വരം, പഴയങ്ങാടി, കണ്ണപ്പുറം എന്നിവിടങ്ങളിലുമാണ്. സാധാരണയായി ഭൂതലത്തിൽ നിന്നും 10 മുതൽ 20 മീറ്റർ താഴ്ചയിലാണ് കളിമൺ നിക്ഷേപങ്ങൾ കണ്ടുവരുന്നത്. മേച്ചിലോടിൻ്റെയും ഇഷ്ടികയുടെയും നിർമ്മാണത്തിനുതകുന്ന കളിമണ്ണ് മലയോര പ്രദേശങ്ങൾ ഒഴികെയുള്ള മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലുമുണ്ട്. സാധാരണയായി നദീതടങ്ങളിലും വെള്ളം കയറിക്കിടക്കുന്ന പ്രദേശങ്ങളിലുമാണ് ഇത്തരം കളിമണ്ണ് കണ്ടുവരുന്നത്. നദീതടങ്ങളിലും മറ്റും കാണുന്ന സാധാരണ കളിമണ്ണിനെ അപേക്ഷിച്ച് ആഴത്തിൽ സ്ഥിതി ചെയ്യുന്ന വെള്ളക്കളിമണ്ണിനു വേണ്ടിയുള്ള പര്യവേഷണവും ഖനനവും വ്യത്യസ്തമാണ്. വിശദമായ ഭൂവിജ്ഞാനീയ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു പ്രദേശത്ത് വെള്ളക്കളിമൺ നിക്ഷേപം ഉള്ളതായി മനസ്സിലാക്കിയാൽ നിക്ഷേപത്തിൻ്റെ വ്യാപ്തിയും കളിമണ്ണിൻ്റെ സ്വഭാവ സവിശേഷതകളും പഠിക്കുന്നതിനായി ആഴത്തിൽ ഡ്രില്ലിംഗ് നടത്തുന്നു. ഇത്തരത്തിൽ വിവിധ താഴ്ചകളിൽ നിന്നും ലഭിക്കുന്ന കളിമണ്ണിൻ്റെ കോർ സാമ്പിളുകൾ ആഴത്തിൻ്റെ അടിസ്ഥാനത്തിൽ ക്രമീകരിച്ച് അളന്നു തിട്ടപ്പെടുത്തി വിശദ പഠനത്തിനായി പരീക്ഷണശാലയിലെത്തിക്കുന്നു. പരീക്ഷണശാലയിൽ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഉയർന്ന നിലവാരമുള്ളതും വ്യാവസായിക ആവശ്യത്തിന് തികയുന്നതുമായ നിക്ഷേപം ഉണ്ടെന്ന് തെളിഞ്ഞാൽ കളിമൺ ഖനനത്തിനുള്ള നടപടികൾ ആരംഭിക്കുകയായി. തുറസായ രീതിയിൽ ഖനനം നടത്തുമ്പോൾ പാർശ്വഭിത്തികൾ ഇടിഞ്ഞ് അപകടം ഉണ്ടാകാതിരിക്കാൻ ഒരു നിശ്ചിത വീതിയിലും ഉയരത്തിലും തട്ടുകളായി തിരിച്ചാണ് ഖനനം നടത്തുന്നത്. ഈ രീതിയെ ബെഞ്ച് കട്ട് മൈനിങ് എന്ന് പറയുന്നു. മേൽമണ്ണ് നീക്കം ചെയ്താൽ കളിമണ്ണ് എളുപ്പത്തിൽ ഖനനം ചെയ്യാം. പ്രധാനമായും തുറസായ രീതിയിലുള്ള ഖനന രീതികളാണ് അവലംബിക്കുന്നത്. ഹൈഡ്രോളിക് എക്സ്കവേറ്റർ ഉപയോഗിച്ച് കളിമണ്ണ് ഡിപ്പറുകളിൽ നിറച്ച് ഫാക്ടറിയിൽ എത്തിക്കുകയാണ് സാധാരണയായി ചെയ്യുന്നത്. പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നഷ്ടപ്പെടാതിരിക്കാൻ ഖനനം ചെയ്തു കഴിഞ്ഞ ഭാഗങ്ങൾ ബുൾഡോസർ ഉപയോഗിച്ച് നിരപ്പാക്കി മേൽമണ്ണ് നിറച്ച് വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കുന്നു. ഇങ്ങനെയുള്ള റിക്ലമേഷൻ ഭൂമി ഉപയോഗയോഗ്യമാക്കുന്നതോടൊപ്പം പ്രകൃതിക്ക് കാര്യമായ വ്യതിയാനം വരുത്താതിരിക്കുകയും ചെയ്യുന്നു. ഖനികൾ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയെ പ്രതികൂലമായി ബാധിക്കുമെന്നതിനാൽ ഖനനം ചെയ്ത് കളിമണ്ണ് നീക്കിക്കഴിഞ്ഞ ഭാഗങ്ങൾ നികത്തി ഉപയോഗയോഗ്യമാക്കി തീർക്കണം എന്ന് നിയമം അനുശാസിക്കുന്നുണ്ട്. നദിക്കരകളിലെ കളിമൺ നിക്ഷേപങ്ങൾ ഉപയോഗിച്ചുള്ള നാടൻ ഇഷ്ടിക നിർമ്മാണം കേരളത്തിൽ സാധാരണമാണ്. ഗൃഹനിർമ്മാണത്തിന് കേരളത്തിൽ ഏറ്റവും പ്രചാരമുള്ളതും സാധാരണക്കാർക്ക് താങ്ങാവുന്നതും ചുടുകല്ല് തന്നെ. ഇതിനുപയോഗിക്കുന്ന
കളിമണ്ണിൻ്റെ സ്വഭാവവും ചൂളയിലെ താപനിലയും അനുസരിച്ച് ഇഷ്ടികയുടെ ഗുണനിലവാരവും വ്യത്യാസപ്പെട്ടിരിക്കും. കേരളത്തിലെ പരമ്പരാഗത തൊഴിലായിരുന്ന കളിമൺ പാത്ര നിർമ്മാണം ഇന്ന് നാമാവശേഷമായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിലേർപ്പെടുന്നവരുടെ എണ്ണവും പ്രതിവർഷം കുറയുകയാണെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. വൈവിധ്യമുള്ള ഉൽപ്പന്നങ്ങളുടെ അഭാവവും അവ വിറ്റഴിക്കാനുള്ള സംവിധാനത്തിൻ്റെ അപര്യാപ്തതയുമാണ് ഇതിന് ഒരു മുഖ്യ കാരണം. രൂപാന്തരം പ്രാപിച്ച അലൂമിനിയവും സിലിക്കയും ചില വിഘടിത ശിലാവസ്തുക്കളും അടങ്ങുന്നതാണ് കളിമണ്ണ്. നനവ് തട്ടുമ്പോൾ പശിമയുണ്ടാകുന്നതും താപത്തിന് വിധേയമാകുമ്പോൾ കല്ലുപോലെ ഉറയ്ക്കുന്നതുമായ സ്വഭാവമാണ് അലൂമിനിയം സിലിക്കേറ്റിൻ്റേത്. പശിമയുള്ളതിനാൽ ഇഷ്ടാനുസരണം രൂപപ്പെടുത്താവുന്നതും ചൂളയിൽ വേവിച്ചതിന് ശേഷം അതേ രൂപം നിലനിർത്താവുന്നതുമായ സ്വഭാവ സവിശേഷതയാണ് കളിമണ്ണിനെ സർവപ്രിയവും ചില വ്യവസായങ്ങളുടെ അവിഭാജ്യ ഘടകവുമാക്കി മാറ്റുന്നത്. യന്ത്രസംവിധാനം ഭാഗികമായി ഉപയോഗിച്ച് ഗാന്ധി സ്മാരക നിധി തുടങ്ങിയ സംഘടനകളുടെ സഹായത്തോടെ സഹകരണ മേഖലയിൽ പ്രവർത്തിക്കുന്ന കളിമൺ വ്യവസായ സ്ഥാപനങ്ങൾ തൊഴിലാളികൾക്ക് മെച്ചപ്പെട്ടതും സ്ഥിരമായതും ആയ വേതനം ഉറപ്പുവരുത്തുകയും ഉൽപ്പന്നങ്ങളുടെ വൈവിധ്യീകരണം വഴി ലാഭത്തോടെ പ്രവർത്തിക്കുകയും ചെയ്യുന്നു. കളിമണ്ണിനെ വിവിധ വ്യവസായങ്ങളിലെ അവശ്യ ഘടകമാക്കി മാറ്റുന്ന ഭൗതിക സ്വഭാവ ഗുണങ്ങൾ അതിലുള്ള ധാതുക്കളെ ആശ്രയിച്ചിരിക്കുന്നു. കയോലിനൈറ്റ്, മോണ്ടുമോർലോണൈറ്റ്, ഇല്ലൈറ്റ്, ഹാലോസൈറ്റ് എന്നീ ധാതുക്കളിൽ ഒന്നോ അതിലധികമോ ആണ് കളിമണ്ണിലെ പ്രധാന ഘടകം. ഈ ധാതുക്കളെല്ലാം തന്നെ നനവുണ്ടാകുമ്പോൾ പശിമയുണ്ടാകുന്നതും താപത്തിന് വിധേയമാകുമ്പോൾ ഉറയ്ക്കുന്നതുമാണ്. പശിമ, ചംക്രമബലം, വേവിക്കുന്നതിന് മുമ്പും വേവിച്ചതിന് ശേഷവുമുള്ള ചുരുക്കത്തിൻ്റെ തോത്, ഉരുകൽ ശീലം, വേവിച്ചതിന് ശേഷമുള്ള നിറം തുടങ്ങിയവയാണ് കളിമണ്ണിൻ്റെ ഗുണധർമ്മം നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ. വൻതോതിലുള്ള മേച്ചിലോട്ട് നിർമ്മാണം ഫറോക്ക്, തൃശൂർ, കൊല്ലം, ചാലക്കുടി, ആലപ്പുഴ എന്നിവിടങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്നു. സ്വകാര്യ മേഖലയിൽ കൂടാതെ ഖാദി ബോർഡ് തുടങ്ങിയ സ്ഥാപനങ്ങളുടെ സാമ്പത്തിക സഹായത്തോടെ സഹകരണ മേഖലയിലും ഇന്ന് ഭാഗികമായി യന്ത്രവൽക്കരിച്ച ഓട് നിർമ്മാണം നടന്നുവരുന്നു. മൂലയോട് ഹാൻഡ് പ്രസ്സിലാണ് വാർത്തെടുക്കപ്പെടുന്നത്.
മേച്ചിലോടുകളാവട്ടെ റിവോൾവിംഗ് പ്രസ്സിലെ അച്ചുകളിൽ വാർത്തെടുക്കുന്നു. മേച്ചിലോട് വാർത്ത ശേഷം അതിന്മേൽ വേണ്ട മാറ്റങ്ങൾ പ്രത്യേകമായി വരുത്തിയാണ് പുകയോട് ഉണ്ടാക്കുന്നത്. ഈർപ്പം വാർന്ന ഓടുകൾ വെയിലത്തുണക്കിയ ശേഷം ചൂളയിൽ ചുടുന്നു. ചുട്ട ഓടുകൾ തണുത്താൽ വിപണനത്തിന് സജ്ജമാവുന്നു. കളിമൺ വ്യവസായ മേഖലയിൽ കയറ്റുമതിക്ക് വൻ സാധ്യതകളാണ് ഉള്ളത്. പരമ്പരാഗതമായ ഉൽപ്പന്നങ്ങൾ കൂടാതെ ആധുനിക രൂപകൽപ്പനകൾ ഉപയോഗിച്ചുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ കേരളത്തിനകത്തും പുറത്തും വിദേശ രാജ്യങ്ങളിൽ പോലും പ്രചാരം ലഭിച്ചു വരുന്നുണ്ട്. ഗൃഹാന്തരീക്ഷം മോടി പിടിപ്പിക്കുന്നതിൽ ഇന്ന് ടെറാക്കോട്ട ഉൽപ്പന്നങ്ങൾ വഹിക്കുന്ന പങ്ക് നിസ്തുലമാണ്. അഹമ്മദാബാദിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ പോലുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് സാങ്കേതിക വൈദഗ്ധ്യം ലഭിച്ചവരുടെ സഹകരണം നൂതനവും അത്യാകർഷകവുമായ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിൽ പരമ്പരാഗതമായി ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രചോദനമേകുന്നു. ഇഷ്ടിക നിർമ്മാണ രംഗത്തും ആധുനികവൽക്കരണം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആകൃതിയിലും ബലത്തിലും ഗുണത്തിലും നാടൻ രീതിയിൽ നിർമ്മിച്ച ഉൽപ്പന്നങ്ങളെക്കാൾ ഉയർന്ന നിലവാരം യന്ത്രവൽകൃത സംവിധാനത്തിൽ ലഭ്യമാകുന്നു. പക്ഷേ ഇവയ്ക്ക് താരതമ്യേന വില കൂടുതലുമാണ്. എന്നാൽ കമ്പനി ഇഷ്ടികകളുടെ ഉപരിതലം കൂടുതൽ സമനിരപ്പായതിനാൽ സിമന്റ് മോർട്ടാറിൻ്റെ ഉപയോഗം കുറയ്ക്കാൻ സാധിക്കും.
ചൈന കളിമൺ വ്യവസായം തിരുവനന്തപുരം, കുണ്ടറ, കണ്ണൂർ